ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അവർക്ക് എന്തെങ്കിലും മെസ്സേജസ് നിങ്ങളോട് പറയാനുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ അവരുടെ എനർജി, ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. വാട്ടെവർ മേ ബി യൂണിവേഴ്സ് എന്ത് ആൻസറാണ് നമുക്ക് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻ. ഓക്കെ, ഒത്തിരി കാർഡ്സ് വന്നിട്ടുണ്ട്. യെസ് മാൻ ഹോൾഡിങ് എ ഹാർട്ട്. ഓക്കെ, അവരുടെ ഉള്ളിലുള്ള പ്രണയം നിങ്ങൾക്കായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് ഇതിന് രണ്ടിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട്. അതായത് ആ പേഴ്സൺ ഇപ്പോൾ പൂർണ്ണമായിട്ടും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. യാതൊരു ആക്ഷനും അവരെടുക്കുന്നില്ല. നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം. നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് എല്ലാം അവസാനിപ്പിച്ച പോലെ ഉണ്ടാവാം. അതുമല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ മറ്റെന്തോ അത്രയും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഈ പ്രണയ കാര്യങ്ങളെല്ലാം മാറ്റി വച്ചിരിക്കുകയാണ് എന്ന് കരുതി അവരുടെ ജീവിതത്തിൽ അവർ മറ്റൊരാളെ ചൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയാനായിട്ടുണ്ട്. ആൻഡ് യെസ്, അവരത്രയും സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്ക് ഒരു കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണുള്ളത്. ആ ഒരു സമയത്ത് പോലും ആ പ്രണയം അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല ആ വ്യക്തിയുടെ സാഹചര്യം എന്താണെന്ന്. അവർക്ക് നിങ്ങളോട് പറയാനും കഴിയുന്നുണ്ടാവില്ല. അവരുടെ ചിന്തകളിൽ നിറയെ നിങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ അവരുടെ സാഹചര്യം അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ചരട് അല്ലെങ്കിൽ ഒരു കയറ് കൊണ്ട് വരിഞ്ഞു മുറുകിയ ഒരവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത്. മാനസികമായിട്ടും അല്ലാതെയും ഒക്കെ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. യെസ്, ഈ ഒരു സമയത്ത് അവർക്ക് ഒരു ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഈ സാഹചര്യത്തെ അതിജീവിക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ആ വ്യക്തി ഉള്ളത്. ആൻഡ് യെസ്, ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങൾ ആ വ്യക്തി ഒരുപാട് അലട്ടുന്നുണ്ടാവാം. അവരതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളിലാണ്. ആ ഒരു സ്റ്റെബിലിറ്റി ലൈഫിന് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് അവർ. ആ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിന് ശാന്തത നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് ആ വ്യക്തി ഉള്ളത്. ഈ ഒരു പ്രണയത്തെ അവർ ഒരു ഏഞ്ചലിക് ലവ് ആയിട്ട് കാണുന്നുണ്ട്. അത്രയും പ്രഷ്യസ് ആയിട്ട് അവരിപ്പോഴും കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. യെസ്, തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് അത്രയും ഡീപ്പർ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ മുന്നിൽ അവരൊരു മുഖംമൂടി അണിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അവരുടെ റിയൽ ഫേസ് അവർ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് അവരിപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരുപാട് ഡൗട്ട് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നല്ല പ്രണയബന്ധത്തിലായിരുന്ന നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, വളരെ സഡനായിട്ട് ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പായി പോയത്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു പകുതിയിൽ എൻഡായി എന്ന് പറയുന്ന പോലെ ഒക്കെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോഴും അവർ ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഉള്ളത്. അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഓക്കെ, അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സീക്രട്ടായിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അവർക്ക് നിങ്ങളുടെ അരികിൽ വന്നെത്താൻ കഴിയാത്തത് എന്നവർ പറയുന്നുണ്ട്.
എന്തോ ഒരു ഗുഡ് ന്യൂസ് ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയും ഒരു എനർജി വരുന്നുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ലൈഫിൽ. ആൻഡ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ ഒന്ന് സ്റ്റേബിൾ ആക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ആ വ്യക്തി ഉള്ളത്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അതിജീവിക്കാനുള്ള ഒരു എനർജി ആ വ്യക്തിയിലേക്ക് വരുന്നുണ്ട്. ആ ഒരു എനർജിയിലാണ് ആ വ്യക്തി ഇപ്പോൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഇതുവരെയും അവർ സ്ട്രഗിളിങ്ങിലായിരുന്നു, ആ ഒരു എനർജിയിലായിരുന്നു. ജസ്റ്റ് ഈ ഒരു മൊമെൻറ്റ് കഴിയുന്ന സമയം മുതൽ, ചിലപ്പോൾ ഈ ഒരു ഡേ കഴിയുന്ന സമയം മുതൽ ആ വ്യക്തിയുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അതായത് വലിയ രീതിയിലുള്ള ചേഞ്ചസ്, അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ് ആ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിലും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് തന്നെ വലിയ പോസിറ്റീവ് എനർജിയാണുള്ളതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്, മജീഷ്യൻ കാർഡും കൂടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഒരു മാജിക്കൽ കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണത്. ആൻഡ് യെസ്, ഇപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിൽ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള സ്ഥാനമാണുള്ളത്. നിങ്ങൾ അറിയാതെ ഒരു സീക്രട്ടായിട്ട് നിങ്ങൾ പ്രണയിക്കുന്നുണ്ട്, നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു വ്യക്തികളിലൂടെയും ഒക്കെ നിങ്ങളെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അവർക്ക് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാനാവില്ല. എന്ത് സാഹചര്യത്തിലായിരുന്നാൽ പോലും നിങ്ങളെ ഒപ്പം കൂട്ടണം എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴുമുണ്ട്. യെസ്, സോ അവർ നിങ്ങളെ പിന്തുടരുന്നുണ്ട്. നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ, ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പാത്തിലൂടെ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്നുള്ള എനർജിയാണ്. ഈ കാർഡ് നമുക്ക് 3 ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, 4 കാർഡ്സ്. മൂവ് ഓൺ ചെയ്യാനുള്ള ശ്രമങ്ങളിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിയില്ല. നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ഒരിക്കലെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ വ്യക്തിയെ പുറത്ത് ഇറക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. അത്രത്തോളം നിങ്ങൾ മനസ്സുകൊണ്ട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ഈ വ്യക്തിയെക്കുറിച്ച് മറക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടാവില്ല. ആ ഒരു കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആ ഒരു ലവ് എനർജി വൈബ്രേഷനാണ്. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ആങ്ഷ്യസ് ആവുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒരുപാട് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത ആ വ്യക്തി ഒരുപാട് അലട്ടുന്നുണ്ട്. അവരൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ സ്തബ്ധരായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രഗിള് അവരുടെ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് നിങ്ങളുടെ ആബ്സെൻസ് അവരുടെ ലൈഫിന് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ സിറ്റുവേഷൻ, എനർജി എല്ലാം നമുക്ക് ഒരുമിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആൻഡ് അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്പിരിച്വൽ വേ ചൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. മിക്ക റീഡിങ്ങിലും ഇപ്പോൾ സ്പിരിച്വൽ എനർജിയുടെ കാര്യം വരുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ച് അലേർട്ട് ആവുക, കുറച്ച് അവേക്കൻഡ് ആവുക. നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾ എന്ത് കാര്യമാണോ വിശ്വസിക്കുന്നത്, ഈവൻ നിങ്ങൾ യൂണിവേഴ്സൽ എനർജിയിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഏത് പാത്താണോ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു പാത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുക. അതിൽ തന്നെ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നത് എന്താണോ, നിങ്ങളുടെ ട്രസ്റ്റിലാണ് നിങ്ങളുടെ ലൈഫിൻ്റെ സെക്യൂരിറ്റി ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത്, ഇപ്പോൾ നിങ്ങളൊരു പേഴ്സണെയാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങളുടെ സ്നേഹത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. മറ്റ് പല കാര്യങ്ങളും ചിന്തിച്ച് നിങ്ങൾ ഓവർ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. ജെന്യുവിനായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിൽ പലർക്കും അത്തരം പ്രോബ്ലംസ് ഇപ്പോഴുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തയ്യാറെടുക്കേണ്ടതുണ്ട്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിനെ അലട്ടുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്നതായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ, ഏർലി മോർണിംഗിൽ ഉണർന്ന് എഴുന്നേൽക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ, നിങ്ങൾ ബെഡിൽ ഇരിക്കുന്ന ഒരു മൊമെൻറ്റിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കുക. നിങ്ങളുടെ മുഖത്ത് ആ പുഞ്ചിരി വരുന്ന രീതിയിൽ നിങ്ങൾ സന്തോഷിക്കുക. ആ സമയത്ത്
ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള അഫർമേഷൻസുകൾ പറയാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വിത്തിൻ ഡേയ്സ് മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, ഇത് നിങ്ങളുടെ ട്രസ്റ്റിലുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് സൈഡ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ലൈഫിൽ അതെല്ലാം മാറ്റങ്ങളായിട്ട് വന്നു ചേരും. അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയാണ് ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സോ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.